നമസ്കാരം, ഐശ്വര്യാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഡെയിലി വൈകുന്നേരം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുവായൂരപ്പൻ ചെയ്തിട്ടുള്ള ഒരു നന്മയെങ്കിലും പറഞ്ഞിട്ട് ആര് കണ്ടാലും കണ്ടില്ലേലും അങ്ങനെ ചെയ്യും എന്ന് നമ്മുടെ പുതിയ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കണ്ടത് വെറും 6 പേരും പിന്നത്തെ വീഡിയോ കണ്ടത് വെറും 3 പേരുമാണ്. അപ്പോൾ ഈ വീഡിയോ ഒരാൾ പോലും കാണും എന്ന പ്രതീക്ഷ എനിക്കില്ല. കാണുന്നവർ കാണട്ടെ. ഭഗവാന്റെ ഒരു നന്മ കേൾക്കാൻ യോഗമുള്ളവർ കേൾക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നത് അതിനും ഭാഗ്യം വേണം എന്നാണ്, അല്ലേ? നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെക്കുറിച്ച് നമുക്കൊരു വാക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നാളെ ഞാൻ എൻ്റെ കണ്ണനെ കാണാൻ പോവുകയാണ്. വീണ്ടും പറയുന്നു, എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കളഭമോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ മെസ്സേജ് ചെയ്താൽ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ 2-3 അനുഭവങ്ങൾ എൻ്റെ ജീവിത കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും എടുത്താലും എൻ്റെ ജീവിതത്തിൽ ഭഗവാന്റെ അത്ഭുതങ്ങൾ ഭയങ്കരമാണ്. ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ ഭഗവാൻ തരും. ഞാൻ അതുകൊണ്ടൊന്നും ചോദിക്കാറില്ല. എനിക്ക് വിഷമമാണ്. ഞാൻ എന്ത് മനസ്സറിഞ്ഞ് ചോദിച്ചാലും എൻ്റെ കണ്ണൻ എനിക്ക് തരും. അഥവാ എനിക്ക് എന്തെങ്കിലും തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് യോഗ്യമല്ലാത്തത് മാത്രമാണ്. അത് എനിക്കെന്തെങ്കിലും ഒരു ആപത്ത് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റിയിട്ടുള്ളത്. ബാക്കി എന്ത് നന്മകൾ ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സിൽ ചെറിയൊരു ആഗ്രഹത്തിൻ്റെ കണിക വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും ഞാൻ ഭഗവാന്റെ നന്മ ഇങ്ങനെ തൊട്ടറിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. നാളെ കണ്ണനെ കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇന്നേ എനിക്കുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ ഇങ്ങനെ കടലിൽ കിടന്നതാണ്, ഉറക്കം വന്നു പോയതാണ്. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ എല്ലാ തിരക്കുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് കിടന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്തിട്ടില്ല. ആ കിടന്നിടത്ത് നിന്ന് എണ്ണീച്ച് നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാടുണ്ടേ, ഒരുപാട്. ഞാൻ സിവിലാണ് പഠിച്ചത്. അതിൻ്റെ എക്സാമിൽ എൻ്റെ സിസ്റ്റം ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു ഇത് കംപ്ലൈൻ്റ് ആയിട്ട്, അതൊക്കെ എനിക്ക് അത്ഭുതമാണ്. കംപ്ലൈൻ്റ് ആയപ്പം എല്ലാവരും ചെയ്യുന്നു, ഞാൻ ഭയങ്കര സ്ലോയിലിരുന്നു. അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതിലൊക്കെ ഒരു വലിയ സക്സസ്സിലെത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഏത് പറയും എന്നുള്ള കൺഫ്യൂഷനാണേ. എന്നെ അറിയുന്നവർക്കറിയാം ഏത് പറയും, ഏത് അത്ഭുതം പറയും, ഏത് കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കൊരു ആപത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ അതറിയും. അതായത് എന്നെ മനസ്സിലാക്കി തരും. ഒരു ചെറിയ ഉദാഹരണം, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ വലിയൊരു ബാഗുണ്ട്, ഹാൻഡ് ബാഗ്. അപ്പോൾ ആ ഹാൻഡ് ബാഗിന് 11 ഉറയുണ്ട്. അപ്പോൾ ഇത്തിരി വലിയ ബാഗാണ്. ഞാൻ ഓഫീസിലോട്ട് പോകുന്ന സമയം. അപ്പോൾ അതിൽ അത്യാവശ്യം പൈസയുണ്ട്, എൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ബസ്സിൽ ഭയങ്കര തിരക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും, ഈ തൊട്ടടുത്ത് നിൽക്കുന്നവരെ ഒക്കെ സ്വർണവും ബാഗും ഒക്കെ ഇവർ സൂക്ഷിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയുന്നു. ഇതാരെങ്കിലും മോഷ്ടിച്ചാലോ? എൻ്റെ ഭഗവാൻ ഇങ്ങനെ എന്നെ ഇത് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഭഗവാൻ എന്നെ അറിയിക്കുകയാണ് ഇങ്ങനൊരു സാധ്യതയുണ്ടെന്ന്. പക്ഷേ വളരെ മനുഷ്യരല്ലേ നമ്മൾ, ബുദ്ധിയില്ലാത്ത മനുഷ്യരല്ലേ. അപ്പം ഞാൻ എൻ്റെത് ശ്രദ്ധിച്ചില്ല. ഈ ചിന്ത കഴിഞ്ഞു. അടുത്ത സെക്കൻഡ്, 4ാമത്തെ സെക്കൻഡ് എനിക്ക് ഓഫീസാണ്, എൻ്റെ സ്റ്റോപ്പ് എൻ്റെ ഓഫീസാണ്, വീട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോധത്തിൽ ഇങ്ങനെ നോക്കി ബസ് ഇറങ്ങാൻ നേരത്ത് നോക്കുമ്പോൾ എൻ്റെ ബാഗിൻ്റെ എല്ലാ ഉറകളും തുറന്ന് നടക്കുന്നു. പേഴ്സില്ല, ഒന്നുമില്ല, ഒരു ഉണ്ട എൻ്റെ കയ്യിലില്ല. അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ 2-3 സ്ത്രീകൾ സ്പീഡിൽ നടക്കുന്നു, ഭയങ്കര വേഗത്തിൽ നടന്നു. എനിക്ക് അവരുടെ ഒപ്പത്തിലെത്താൻ നോക്കിയിട്ടും എൻ്റെ പേഴ്സ് പോയി, ബാഗ് പോയി എന്നൊക്കെ ഞാൻ കരയുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയില്ല. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പോയി, പൈസയും പോയി. അങ്ങനെ ഇരിക്കുമ്പം വൈകുന്നേരം
ഞങ്ങളുടെ നാട്ടിൽ കറ്റാനം, ചാരുമൂട് കറ്റാനം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പള്ളിയുണ്ട്. പള്ളി പെരുന്നാൾ നടക്കുകയാണ്. അതിൻ്റെ തൊട്ട് ചേർന്നുള്ള പച്ചക്കറി കടയിൽ എൻ്റെ ഈ പേഴ്സിലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരവിടെ ഇട്ടിരുന്നു. ആ പേഴ്സ് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ ഇട്ടിരുന്നു. എൻ്റെ പേഴ്സിലെ പൈസയെല്ലാം പുറത്തുള്ള പൈസ ഉണ്ടായിരുന്നു. കുറേ പൈസ പുറത്തുള്ളതുണ്ടായിരുന്നു, കുറേ നോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതടക്കം അതിനകത്തിരുന്ന് എൻ്റെയൊക്കെ പൈസയെല്ലാം പോയി. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈ പച്ചക്കറി കടയിലെ പച്ചക്കറി തട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. അവരതിൽ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്തു. എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അച്ഛൻ അവിടുത്തെ SI ആയിട്ടിരുന്നതാണ്. അപ്പോൾ എന്നെ അറിയിച്ച് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടി. ഞാൻ വിശ്വസിക്കുന്നത് ഈ സംഭവം നടക്കുന്ന സെക്കൻഡ് മുമ്പ് എൻ്റെ ഭഗവാൻ എന്നെ അത് കാണിച്ചു തന്നാണ്. എൻ്റെ അശ്രദ്ധ കൊണ്ട്, ഞാനത് ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഞാനിങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് എന്നെ ഇല്ലാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെന്ന് നമുക്ക് തോന്നും. നമ്മളോട് നമുക്ക് നമ്മുടെ നന്മയിൽ ചിന്തിക്കാത്ത ആൾക്കാരോ നമ്മളുമായിട്ട് അങ്ങനെയൊക്കെ വിദ്വേഷത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് എൻ്റെ വരുന്നതിന് മുന്നേ ഇന്ന ആളെ കാണും എന്നെൻ്റെ മനസ്സിൽ തോന്നും. അടുത്ത സെക്കൻഡിൽ അവരെൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഈ അടുത്ത സമയത്ത് ഉണ്ടായ ഒരു അനുഭവം, ഈ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോഡിൽ കൂടി ഒരു നൈറ്റ് പെട്രോൾ വേണം. കറങ്ങി കഴിഞ്ഞാൽ ആ റോഡിലെങ്ങും ലൈറ്റില്ല, അതുകൊണ്ട് അർജൻറ്റായിട്ട് അത് വേണം എന്ന് പറഞ്ഞിരുന്നു. സമയം 1 മണി. കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എണീച്ചപ്പം അത്യാവശ്യമായിട്ട് നൈറ്റ് പെട്രോൾ വേണമെന്ന് സ്റ്റേഷനിൽ വിളിക്കണം എന്നെൻ്റെ മനസ്സിൽ പറയുകയാണ്. ഈ 1 മണി രാത്രിയിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുമ്പം എൻ്റെ മുകളിലത്തെ റൂമിൽ, എൻ്റെ ബെഡ്റൂം മുകളിലത്തെ ബെഡ്റൂമിൻ്റെ ജനാലയുടെ അരികിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കില്ല, നിന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു മാഡം എടുത്തു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇതിനു മുമ്പ് ഇൻഫോം ചെയ്തിട്ടുണ്ട് മാഡം, ഇവിടെ എങ്ങും ഒരു തുള്ളി വെട്ടം പോലും ഇല്ല, ഈ റോഡിൽ ഒരു നൈറ്റ് പെട്രോളിങ് എന്തെങ്കിലും ഏർപ്പാട് ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ മതിലിൻ്റെ താഴെ ഒരു ബൈക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് നിർത്തുന്നു. ആ സെക്കൻഡ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 മണിയാണ്, 1:05 അന്നേരത്തെ സമയം. അപ്പോൾ ആ മാഡം ഡീറ്റെയിൽ ആയിട്ട് എന്നോട് സംസാരിക്കും, മോളെ ഇന്നിടത്തല്ലേ, ഞങ്ങൾ വിടും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ദേ എൻ്റെ മതിലിൻ്റെ അവിടെ ഒരു ബൈക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം അന്നേരത്തേക്ക് ഞാൻ ഈ ഫോണിൽ കൂടെ, അയ്യോ മാഡം ആളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ബൈക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എൻ്റെ മതിലിനോട് ചാരി വെച്ച ബൈക്ക് ഡപ്പേന്നെടുത്ത് തിരിച്ചു പോയി. അടുത്ത ദിവസം CCTVയിൽ 1 മണിക്ക് വന്ന നമ്മുടെ CCTV, നമ്മുടെ അവിടെ അല്ല, നമുക്കപ്പോൾ CCTV ഇല്ല, വേറെ CCTV നോക്കി പോലീസിനെ ആ നിമിഷം തന്നെ ഞാൻ, അപ്പം പോലീസ് അതിൻ്റെ ലൈനിൽ പോലീസ് ഉണ്ടല്ലോ, ആ 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ പോലീസ് വന്നു. അവിടെ എല്ലാം നോക്കി, റോഡിലവർ എല്ലാം അന്നത്തെ ദിവസം ഫുള്ള് നമ്മുടെ പരിസരത്തുണ്ടായിരുന്നു. അതിൽ പിന്നെ നമ്മുടെ റോഡിൽ കൂടെ നൈറ്റ് പെട്രോളിങ് മസ്റ്റാക്കി, അത് കമ്പൽസറി ആക്കി. രണ്ടാമത് CCTV വഴി അന്നേരം ഇങ്ങോട്ട് വന്ന വണ്ടി ഏതാണെന്ന് അവർ നോട്ട് ചെയ്തു. പിന്നെ അങ്ങനെ അത് ഭഗവാനല്ലേ. ഈ 1 മണി രാത്രിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് നൈറ്റ് പെട്രോളിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡം, അത് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കാൻ സാമാന്യ ബോധമുള്ള ആരും ചെയ്യത്തില്ല ആ സമയമൊന്നും. പക്ഷേ ആ സമയത്ത് എൻ്റെ ഭഗവാൻ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഞാൻ എണീച്ച് ജനാല അരികിൽ പോയി നിന്നതുകൊണ്ടാണ് ഒരു ബൈക്ക് അവിടെ വന്ന് നിർത്തിയതും എൻ്റെ മതിലെ ചാരി വിൽക്കുന്നതും ഒക്കെ ഞാൻ കാണാൻ പറ്റിയത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ആ അദൃശ്യമായ ശക്തി എൻ്റെ ഒപ്പം നിൽക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ രക്ഷാകവചം എൻ്റെ ഗുരുവായൂരപ്പനാണ്. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം തരുന്ന, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കി ആഗ്രഹിച്ചാൽ അതെനിക്ക് നേടിത്തരുന്ന എൻ്റെ ഭഗവാൻ്റെ നന്മ ഞാൻ ഒരാളോടെങ്കിലും പറയാതെ ഞാൻ കിടന്നുറങ്ങിയാൽ അത് നന്ദികേടാവില്ലേ? അപ്പോൾ നമുക്കിനിയും കാണാം ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളുമായിട്ട്.